വിലങ്ങാട് ഉരുൾപൊട്ടി. കോഴിക്കോട് ജില്ലയുടെ മലഭാഗങ്ങളിൽ നിന്ന് വരുന്നതും ദുരന്ത വാർത്തയാണ്. ദുരന്തഭൂമിയായി ഒറ്റപ്പെട്ട കുറ്റ്യാടി വിലങ്ങാട് മലയോരം. ഇവിടെ നിന്നും ആളുകളെ കാണാതായിട്ടുണ്ട് എന്ന വിവരങ്ങൾ. 10ഓളം വീടുകളും കൃഷിഭൂമിയും മലവെള്ളപ്പാച്ചിലിൽ ഒലിച്ചുപോയി എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇതിന്റെ ഭീകര ദൃശ്യങ്ങൾ കർമാനൂസിന്. റോഡുകളും വീടുകളും വെള്ളത്തിനടിയിൽ. കനത്തു പെയ്യുന്ന മഴയ്ക്കിടെ വടകര താലൂക്കിലെ നാദാപുരം വിലങ്ങാട് മലയോരത്ത് ഉരുൾപൊട്ടൽ തുടരുകയാണ്. ഇപ്പോൾ കോഴിക്കോടിന്റെ ഈ ഭാഗങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക. മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും ഉണ്ടായ ഈ പ്രദേശങ്ങളെല്ലാം വയനാടൻ മലകളുടെ താഴ്വാരമായ പ്രദേശമാണ്. കുറ്റ്യാടി, വിലങ്ങാട് മലയോരം, നാദാപുരം ഇതൊക്കെ വയനാടിന്റെ താഴ്വാരമാണ്. ശരിക്കും വയനാട്ടിലെ ഭൂമിയുടെ പിണക്കം അല്ലെങ്കിൽ ആ ക്ഷതം, ആ ആഘാതം വയനാടിന്റെ താഴ്വാരങ്ങളെയും കിടിലം കൊള്ളിക്കുകയാണ്, വിറപ്പിക്കുകയാണ്. ഇപ്പോൾ ഇതിനകം 3ഇടത്ത് ഉരുൾപൊട്ടിയെന്നാണ് വിവരങ്ങൾ. വലിയ ശബ്ദത്തോടെയാണ് ഉരുൾപൊട്ടിയുള്ള മലവെള്ളപ്പാച്ചിൽ. വാണിമേൽ പുഴയോരത്തെ നിരവധി വീടുകൾ വെള്ളത്തിനടിയിലായിട്ടുണ്ട്. രക്ഷാപ്രവർത്തനം തുടങ്ങിയിരിക്കുന്നു. മയ്യഴി പുഴയോരവാസികൾക്ക് ജാഗ്രതാ നിർദ്ദേശമുണ്ട്. അടിച്ചിപ്പാറ, മഞ്ഞച്ചെളി പ്രദേശത്ത് 2ഇടത്താണ് ഇന്ന് ഉരുൾപൊട്ടിയത്. പാറക്കടവ് പാലം അടച്ചു. വെള്ളപ്പൊക്കവും രൂക്ഷമാണ്. പ്രദേശം ഒറ്റപ്പെട്ടിട്ടുണ്ട്. പാലവും റോഡും തകർന്നു. സമീപവാസികൾ ഫോൺ വഴിയാണ് വിവരം അറിയിക്കുന്നത്. പന്നിയേരി, വലിയ പാനവും ഉരുട്ടി, വാളാന്തോട് പ്രദേശങ്ങൾ ഒറ്റപ്പെട്ട് കിടക്കുകയാണ്. മലവെള്ളപ്പാച്ചിൽ ശക്തമാവുകയാണ്. പുഴയോരവാസികൾ ജാഗ്രത പാലിക്കണം. ഉണർന്നെഴുന്നേറ്റ നാട്ടുകാർ രക്ഷാപ്രവർത്തനം ആരംഭിച്ചു തുടങ്ങിയിരുന്നു. റോഡുകൾ വെള്ളത്തിനടിയിലാണ്. കൂത്തുപറമ്പിന്റെ കിഴക്കൻ മേഖലയിൽ ചെറുവാഞ്ചേരി, കണ്ണവത്ത് ഉൾപ്പെടെ വെള്ളം കയറുകയാണ്. ചുണ്ട, ചിറ്റാരിപ്പറമ്പ് ഭാഗങ്ങൾ വെള്ളത്തിലാണ്. ശക്തമായ മഴയിൽ വലിയ ഉരുൾപൊട്ടൽ തന്നെയാണ് ഉണ്ടായത് എന്നാണ് നാട്ടുകാരുടെ അനുമാനം. കുളിക്കുന്ന ഉൾപ്പെടെയുള്ള പുഴയോരവാസികളെ മാറ്റി താമസിപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പ്രദേശത്ത് വൻ മലവെള്ളപ്പാച്ചിൽ അനുഭവപ്പെടുന്നു. വിലങ്ങാട് ടൗണും പരിസരവും വെള്ളത്തിനടിയിൽ തന്നെയാണ്. അടിച്ചിപ്പാറ, മഞ്ഞക്കുന്ന് ഭാഗത്താണ് പുലർച്ചെ 2:30 മണിയോടെ ഉരുൾപൊട്ടിയത് എന്ന് കരുതുന്നു. മഞ്ഞക്കുന്ന് പാലം വെള്ളത്തിനടിയിലാണ്. വലിയ മരങ്ങളും പാറക്കൂട്ടങ്ങളും ഒലിച്ചു വരുന്നുണ്ട്. 2018 ഉണ്ടായ ഉരുൾപൊട്ടലിന് സമാനമായ അവസ്ഥയാണ് നിലവിലുള്ളത് എന്ന് പ്രദേശവാസികൾ പറയുന്നു. കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. തുടർച്ചയായി പെയ്യുന്ന മഴയിൽ വെള്ളപ്പൊക്കം കാരണം കോഴിക്കോട് ജില്ലയിൽ വാണിമേൽ പുഴയുടെ തീരത്ത് താമസിക്കുന്നവരെല്ലാം തന്നെ ഭീതിയിലാണ്. എല്ലാവരും ജാഗ്രത പാലിക്കുക. സംസ്ഥാനത്ത് അതിശക്തമായ മഴ. 5 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് റെഡ് അലർട്ട്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിതീവ്രമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിച്ചിരിക്കുന്നത്. 24 മണിക്കൂറിൽ 204.4 mm കൂടുതൽ മഴ ലഭിച്ചേക്കും. ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിരിക്കുന്നു. അതിതീവ്ര മഴ അപകടങ്ങൾ സൃഷ്ടിക്കും. കുറഞ്ഞ സമയം കൊണ്ട് വലിയ മഴ ഉണ്ടാകുന്ന രീതിയാണ് പ്രതീക്ഷിക്കുന്നത്. അത് മലവെള്ളപ്പാച്ചിലും മിന്നൽ പ്രളയങ്ങളും സൃഷ്ടിച്ചേക്കാം. വയനാട്, മുണ്ടക്കൈ, അട്ടമല പ്രദേശത്തേക്കുള്ള ഏക പാലമായ ചൂരൽമല പാലവും പ്രധാന റോഡും തകർന്നതോടെ ഇവിടെ നിന്നുള്ള ഒരു വിവരങ്ങളും ലഭിക്കാനാകാത്ത സാഹചര്യമാണുള്ളത്. നിലവിൽ 250 അംഗ NDRF സംഘം ചുരൽപ്പുഴയ്ക്ക് ഇക്കരെയുള്ള ഭാഗത്തെ രക്ഷാപ്രവർത്തനമാണ് നയിക്കുന്നത്. ഇവിടെ കരസേന പാലം നിർമ്മിക്കും എന്നാണ് അറിയുന്നത്. ചുരൽമലയിൽ സൈന്യം എത്തിയ ശേഷം മുണ്ടക്കൈ മേഖലയിലേക്കും ചുരൽപ്പുഴയ്ക്ക് അക്കരയ്ക്കും എത്തിപ്പെടാനായി താൽക്കാലിക പാലം നിർമ്മിച്ച് രക്ഷാപ്രവർത്തനം നടത്തും. ഉരുൾപൊട്ടലിൽ രക്ഷാപ്രവർത്തനം വ്യോമമാർഗം മാത്രം സാധ്യമാകുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. രക്ഷാദൌത്യം പ്രതിസന്ധിയിലാണ്. സൈന്യം എത്തിയാൽ ഇവിടെ താൽക്കാലിക പാലം നിർമ്മിക്കാനാണ് നീക്കം. കൂടുതൽ അപ്ഡേറ്റുകളുമായി മടങ്ങിവരാം. ന്യൂസ് ഡെസ്ക്, കർമാ ന്യൂസ്.